ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠനത്തിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പഠനം ആരംഭിക്കാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. വളരെ ഗൗരവമായ ഒരു പഠനമാണ് ഇത്. അതുകൊണ്ട് ദൈവം വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അപ്പസ്തോലന്മാരെ പറ്റിയുള്ള പല ധാരണകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. ഇന്ന് അപ്പസ്തോലന്മാരില്ലെന്നൊരു കൂട്ടർ പറയുന്നു. യേശു തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാർ മാത്രമേ ആകെ അപ്പസ്തോലന്മാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അപ്പോൾ തന്നെ ഇപ്പോൾ സഭകളിൽ അപ്പസ്തോലന്മാരുണ്ടെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു. ഇങ്ങനെ വിവാദങ്ങൾ നിറഞ്ഞ പല അഭിപ്രായങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് തിരുവചന വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും തിരുവചനം നമ്മെ അനുശാസിക്കുന്നതുമായ തിരുവചന സത്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുവല്ലോ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല വിധദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അടുത്ത വാക്യം 12 അപ്പസ്തോലന്മാരുടെ പേര് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും സുപരിചിതമാണല്ലോ. എന്നിട്ട് അതിൻ്റെ 5-ാം വാക്യം പറയുകയാണ്, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഇവിടെ യേശുക്രിസ്തു തൻ്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരായി നിയമിക്കുന്ന തിരുവചന ഭാഗമാണല്ലോ നാം വായിച്ചു കേട്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം ഇതിന് സദൃശ്യമായി അതിൻ്റെ 6-ാം അധ്യായത്തിൽ നാം വായിച്ചാൽ അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ. അതിൻ്റെ 12-ാം വാക്യം, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേർ വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, കർത്താവായ യേശുക്രിസ്തു രാത്രി മുഴുവൻ തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് രാവിലെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി അവരിൽ നിന്ന് 12 പേരെ അപ്പസ്തോലന്മാരായി നിയോഗിച്ച സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വിഷയം അറിയാമല്ലോ ദൈവമക്കളെ. അത് കഴിഞ്ഞ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-5 മുതൽ വായിച്ച ഭാഗം പോലെ തന്നെ ഇതിൻ്റെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് വായിച്ചാൽ നമുക്ക് ഏതാണ്ട് ഈ ആശയം കിട്ടും. ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പിന് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഭാഗമൊന്ന് ചിന്തിച്ചു നോക്കുക ദൈവമക്കളെ. അത്ര ഗൗരവമാണ്. നമുക്കൊരു മാതൃകയല്ലേ സത്യത്തിലത്. വളരെ ഗൗരവമായി ചിന്തിക്കാവുന്ന
ഒരു അനുഗ്രഹീതമായ അനുഭവമാണ് അത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെയും ഈ അപ്പസ്തോലന്മാരെ കർത്താവായ യേശു ക്രിസ്തു അധികാരപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. പിന്നെ അവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സമാന്തര സുവിശേഷങ്ങളിലും ഈ അപ്പസ്തോലന്മാരെ നിയമിച്ച കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അവരെ തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ വിശദമായി വിവരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാമല്ലോ ദൈവമക്കളെ. അപ്പോൾ ഇത് പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ്. തുടക്കത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ മറ്റ് ബൈബിൾ കോളേജും പഠിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. എൻ്റെ ധാരണ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പസ്തോലനെ എന്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഞാൻ ആ ഭാഗം തൽക്കാലം ഈ ഭാഗം ഇവിടെ വിടുകയാണ്. തുടർന്ന് നമുക്കറിയാവുന്നതുപോലെ യൂദാസ്കറിയാത്ത മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് 12 അപ്പസ്തോലന്മാർക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു പകരം തിരഞ്ഞെടുക്കുന്നത് മത്തിയാസിനെയാണ്. അപ്പസ്തോലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പത്രോസ് മറ്റ് ശിഷ്യന്മാരെല്ലാം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നറുക്കിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുത്ത ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഇന്ന് ഈ സഭാ സംഘടനകളിലൊക്കെ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്ന വഷളത്വം നിറഞ്ഞ പ്രക്രിയ എത്ര ദയനീയമാണ് എന്ന് ഓർത്തു പോവുകയാണ്. അതിനുവേണ്ടി ക്യാൻവാസിംഗ് നടത്തി പണം കൊടുത്ത് പല അവിഹിത വഴികളും ഉപയോഗിച്ച് സ്ഥാനത്ത് കയറി കൂടുവാൻ കാണിക്കുന്ന വെപ്രാളവും അതിനുള്ള അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ ഇവരെ എന്ത് പറയാനാണ്, ഞാൻ ആ ഭാഗം കൂടുതൽ പറയുന്നില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കേണ്ട ഇവർ, എനിക്ക് സത്യത്തിൽ എല്ലാത്തരം മത്സര അനുഭവങ്ങളോടും വിയോജിപ്പുള്ള കൂട്ടത്തിലാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്നെണ്ണണം എന്നതാണ്. ഇപ്പോൾ ഒരു പാട്ട് മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കൂ. ഞാൻ എക്സ് എന്ന മറ്റൊരു പുള്ളിക്കും എതിരെ പാട്ടിന് മത്സരത്തിൽ ചേരുകയാണെങ്കിൽ എൻ്റെ ചിന്ത എന്താ? എക്സിനേക്കാൾ ഭംഗിയായിട്ട് പാടുന്നത് ഞാനാണ് കേമൻ എന്നുള്ള തോന്നൽ കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ മത്സരിക്കാമോ? എക്സിനല്ലേ പ്രാധാന്യം, എന്നേക്കാൾ യോഗ്യൻ എക്സ് ആണ് എന്ന് ചിന്തിച്ച് ഞാൻ മത്സരത്തിന് പിന്മാറുകയല്ലേ വേണ്ടത്? ഓട്ട മത്സരം, ചാട്ട മത്സരം, കളികൾ, ഗെയിംസ്, ഇതൊന്നും ദൈവമക്കൾക്ക് യോഗ്യമല്ല എന്ന് ഗൗരവമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം പ്രാർത്ഥിച്ച ആത്മനിയോഗത്താൽ ദൈവം ഏൽപ്പിക്കുന്ന ഓരോ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. പ്രസംഗ മത്സരങ്ങൾ, നമ്മുടെ എല്ലാ തരത്തിലുള്ള മത്സരങ്ങൾ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് യോഗ്യമേ അല്ല. എനിക്കിപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ ജനത്തെ സേവിക്കണമെങ്കിൽ ഈ സ്ഥാനമൊന്നും വേണ്ടല്ലോ. എനിക്ക് വീടുകളിൽ കയറി ഇറങ്ങി ആളുകളുടെ വേദനകൾ മനസ്സിലാക്കി സഹായിക്കേണ്ടവരെ സഹായിക്കാൻ പറ്റുന്ന പോലെ ശ്രമിക്കാൻ ആരുടെയും ഔദാര്യമൊന്നും വേണ്ട. അതിന് സ്ഥാനമാനങ്ങൾ തുടങ്ങി രാഷ്ട്രീയത്തിൽ അതൊക്കെ ചേർന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി മത്സരിച്ച് ബഹളങ്ങളുണ്ടാക്കി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സേവനം നടത്താം. ഗാന്ധിജിയുടെ ചരിത്രം നോക്കൂ. ഗാന്ധിജി നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് വാസ്തവത്തിൽ. എത്ര മനോഹരമായി അദ്ദേഹം നമുക്ക് എക്സാമ്പിൾ നൽകിയിരിക്കുന്നു. ഭാഗം ഞാനിവിടെ വിടുകയാണ്. അപ്പോൾ ഏതായാലും ദൈവസഭകളിലും ദൈവ മക്കളുടെ ഇടയിലും ഏതുതരം മത്സരവും വചനവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. തുടർന്ന് നമുക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ ഒരു ലിസ്റ്റ് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 12 അപ്പസ്തോലന്മാർ മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്ന ആളുകളുടെ അർത്ഥശൂന്യമായ വിവരമില്ലായ്മയെ
അവഗണിച്ചുകൊണ്ട് നമുക്ക് തിരുവചനത്തിലൂടെ നോക്കാം. അതിൽ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത് ബർണ്ണബാസ് ഒരു അപ്പോസ്തലനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കാണാം. 14-ാം വാക്യത്തിൽ ഇങ്ങനെ ഇത് അപ്പസ്തോലന്മാരായ ബർണ്ണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ബർണ്ണബാസ് ഒരു അപ്പസ്തോലനായിരുന്നു എന്ന് വചനം സാക്ഷിക്കുന്നു. അധികം നമ്മൾ എന്ത് പറയാണ്, ദൈവത്തിന് സ്തോത്രം. അതുപോലെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണ് താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ വീണ്ടും നമുക്ക് വന്നാൽ റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ 7-ാം വാക്യം, 16-ാം അധ്യായം 7-ാം വാക്യം: എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ: അവർ അപ്പസ്തോലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകും. അപ്പോൾ അവർ അപ്പസ്തോലന്മാരാകുന്നു എന്ന വാക്യം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ധാരണ ഈ വാക്യം വെച്ച് ഈ അന്ത്രോനിക്കോസും യൂനിയാവും രണ്ടുപേരും അപ്പസ്തോലന്മാരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ യൂനിയാവ് എന്ന് പറയുന്നത് ഒരു സഹോദരിയാണ്. അപ്പം സഹോദരിമാർക്കും അപ്പസ്തോല ശുശ്രൂഷ ചെയ്യാമെന്ന് ഈ തിരുവചനത്തിലൂടെ എനിക്ക് തോന്നുന്നു. ഇനി അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നുവെന്ന് എനിക്കറിയില്ല. വചനത്തിലൂടെ ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ സഹോദരിമാർക്കും അപ്പസ്തോലിക ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചാൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വീണ്ടും നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ അതിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ 6 മുതലുള്ള വാക്യം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ: സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. അപ്പോൾ അവിടെ ഈ രണ്ടുപേരെ പറ്റിയുള്ള പേരുകൾ കാണുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ് അപ്പസ്തോലന്മാരായ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടെ പൗലോസും അപ്പസ്തോലന്മാരാണ് എന്ന് തെളിയിക്കുന്ന വാക്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിൽ യാക്കോബ് എന്ന് പറയുമ്പോൾ യാക്കോബ് അപ്പസ്തോലൻ ഈ നമ്മുടെ മറ്റേ ആദ്യത്തെ ലിസ്റ്റിൽപ്പെട്ട ആളല്ല, യേശു കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. യാക്കോബ് അപ്പസ്തോലൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ്. ഗലാത്യർ 1:19 ഇങ്ങനെ വായിക്കുന്നല്ലോ, അതിങ്ങനെ വായിക്കുന്നു: എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അത് അപ്പസ്തോലപ്രവൃത്തിയിൽ നമുക്കൊരു കാര്യം കാണുന്നില്ല. മറ്റേ പരിച്ഛേദനെ പറ്റിയൊരു തർക്കം വന്നപ്പോൾ, സംഭാഷണം നടക്കുമ്പോൾ പത്രോസ് പ്രസംഗിച്ചു പോയതിനു ശേഷം യാക്കോബ് എഴുന്നേറ്റാണ് തീരുമാനമെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ വെളിച്ചത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ
യേശുക്രിസ്തുവിൻ്റെ കസിനായ സഹോദരനായ യാക്കോബ്, ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രസവിച്ച സഹോദരനായ യാക്കോബ് ആ കാലത്ത് അപ്പസ്തോലനായി പ്രവർത്തിക്കുന്നു. വളരെ എല്ലാവർക്കും സ്വീകാര്യനായി പൊതുസമ്മതനായി വ്യാപിച്ച വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, യാക്കോബ് തൻ്റെ അപ്പസ്തോലനിൽപ്പെട്ട ഒരാളാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന ഭാഗമാണ് നാം അവിടെ കാണുന്നത്. ഏതായാലും ഇവിടെ ഈ ഭാഗം സംശയാതീതമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പസ്തോലൻ യാക്കോബ്, അതായത് യേശുക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബ് ഒരു അപ്പസ്തോലനായിരുന്നു എന്ന്. നമ്മുടെ തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഈ 6-ാം വാക്യത്തിൽ കൃത്യമായിട്ട് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക്, ആ അപ്പസ്തോലന്മാർ ആരൊക്കെയാണെന്നാണ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 3 പേരുടെ പേര് പറയുന്നുണ്ടല്ലോ, പൗലോസും സിൽവാനോസും തിമോത്തിയോസും. അതിൻ്റെ അർത്ഥം സിൽവാനോസും തിമോത്തിയോസും അപ്പസ്തോലന്മാരായിരുന്നു എന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന തിരുവചന ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭയിൽ അപ്പസ്തോലന്മാരുടെ പ്രാധാന്യം ഗൗരവമായി വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 29-ാം വാക്യത്തിൽ ചോദിക്കുന്നത് എല്ലാവരും അപ്പസ്തോലന്മാരോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. അപ്പോൾ ദൈവമാണ് ഈ അപ്പസ്തോലന്മാരെ നിയമിച്ചിരിക്കുന്നതെന്നും സഭയിൽ ഈ 3 പ്രധാന ദൗത്യമുള്ള അല്ലെങ്കിൽ അപ്പസ്തോലന്മാരും അല്ലേ അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 1-ാമത് അപ്പസ്തോലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കൾ. സഭയിലുണ്ടാകേണ്ട 3 ശുശ്രൂഷകളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത് സംശയമില്ലാത്തൊരു വിഷയം തന്നെയാണ്. നമുക്ക് എഫേസ്യ ലേഖനം അതിലെ 4-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണല്ലോ, അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു തിരുവചന ഭാഗമല്ലേ ദൈവമക്കളെ. എഫേസ്യ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് സുപരിചിതമായൊരു വാക്യമുണ്ടല്ലോ. അവിടെ ഇങ്ങനെ കാണുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ. അത് എനിക്ക് തെറ്റുപറ്റി, വാക്യം മാറിപ്പോയി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വായിച്ചത് മാറിപ്പോയി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ അടിസ്ഥാനമായിട്ട് ദൈവമിട്ടിരിക്കുന്നു എന്ന് ഈ തിരുവചനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്. അതിലുപരി ഏറ്റവും ഗൗരവമായി ചെയ്യുന്ന ഒരു വാക്യമാണ് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ. ആ പദവും ദൈവജനം ഗൗരവമായി ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് ഞാനൊരു വിശദീകരണത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ലളിതമായി സിമ്പിളായി പറയുന്നൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് അതിനൊരു വിശദീകരണം ആവശ്യമില്ല എന്നത് കൊണ്ട് ഞാൻ അവിടെ ആ ഭാഗം വിടുകയാണ്. പിന്നെ എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗം നമുക്കറിയാം. ആദിമ അപ്പസ്തോലിക കാലത്ത് പോലും ഈ കള്ള അപ്പസ്തോലന്മാരുണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം ദൈവജനത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അത് പ്രത്യേകിച്ച് നമ്മുടെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും
അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് യേശു കർത്താവ് നിയമിച്ച 12 അപ്പസ്തോലന്മാരിന് അതിന് പുറമെ ധാരാളം അപ്പസ്തോലന്മാർ വേറെയും ഉണ്ടായിരുന്നു എന്നത് തെളിവായി കൃത്യമായി ഇവിടെ പറയുകയാണ്. പക്ഷെ അതിൽ തന്നെ ചില കള്ള അപ്പസ്തോലന്മാരും ഉണ്ടായിരുന്നു എന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് നിയമിച്ച 12 അപ്പസ്തോലന്മാർക്ക് പുറമെ ധാരാളം അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. നമ്മൾ തിരുവചനം അതിന് മുൻപിൽ ശ്രദ്ധിച്ച് കേട്ടല്ലോ. പല അപ്പസ്തോലന്മാരുടെ പേര് തന്നെ നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് അതൊന്നും ഒരു വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് ദൈവമക്കളെ. പ്രത്യേകിച്ച് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നാൽ അപ്പസ്തോലന്മാരെ പറ്റി, കള്ള അപ്പസ്തോലന്മാരെ പറ്റി പറയുന്നൊരു ഭാഗം കൂടി ഒന്നുകൂടി കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിലെ 13-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഞാൻ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല കേട്ടോ. ഇവിടെ കേട്ടു 13-ാം വാക്യം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഇത് ദൈവം ചിന്തിച്ചാൽ മതി, വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ആദിമ നൂറ്റാണ്ട് ആ കാലത്ത് പോലും കള്ള അപ്പസ്തോലന്മാരും കപടവേലക്കാരും ഉണ്ടായിരുന്നു എങ്കിൽ ഈ കാലത്ത് എത്രയോ അധികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവജനം ചിന്തിക്കുകയും ആത്മാവിൽ വിവേചിച്ച ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പസ്തോലന്മാരുടെ ലക്ഷണം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുകൂടി നമുക്കൊന്ന് നോക്കാം ദൈവമക്കളെ. വളരെ സിമ്പിളാണ്. പരിശുദ്ധാത്മാ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പസ്തോലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോൾ അവർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പസ്തോലന്മാരുടെ ലക്ഷണം ഒന്നാമത് പൂർണ്ണ സഹിഷ്ണുതയാണ്. പിന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കേട്ടല്ലോ, യേശുക്രിസ്തു 12 അപ്പസ്തോലന്മാരെ നിയമിച്ചപ്പോൾ അവർക്ക് എന്തെല്ലാം അധികാരം കൊടുത്തു എന്ന് കൃത്യമായിട്ട് 3 സുവിശേഷങ്ങളുടെയും തിരുവചനത്തിലൂടെ നാം കേട്ടല്ലോ ദൈവമക്കളെ. അതിന് ഇന്നും മാറ്റമില്ല. ആ അധികാരം ഇന്നും ദൈവം നിയമിക്കുന്ന അപ്പസ്തോലന്മാർക്ക് ദൈവം കൊടുക്കും. ആ അധികാരം ഉപയോഗിച്ച് ദൈവസഭയിൽ ആത്മീയ വർധനയ്ക്കും അനേകരുടെ വിടുതലിനും കാരണമാക്കി ദൈവം അവരെ ഉപയോഗിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും ഇല്ല. തുടർന്ന് നമുക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ കൂടി വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ബാക്കിയുള്ള ഭാഗം ദൈവജനം ചിന്തിച്ചു. ഞാൻ ആ ഭാഗം വിടുകയാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത്. 1-2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ നിയമിച്ചാക്കിയ മറ്റൊരു ശക്തി അല്ലെങ്കിൽ ഒരു ദൈവം കൃത്യമാണ് അവിടെ. അതുകൊണ്ട് തന്നെ കൃത്യമാണ് യേശു ദൈവമല്ലെന്നും ദൈവപുത്രനാണെന്നും. ദൈവത്തെ നിയമിച്ചാക്കാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ. യേശു ദൈവമാണെങ്കിൽ നിയമിച്ചാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് യേശു ദൈവമല്ല, തൻ്റെ പിതാവായ യഹോവയായ ദൈവമാണ് ഏക സത്യ ദൈവമെന്ന് അവിടെ വ്യക്തമാണ്. അതൊരു വശം. നമ്മുടെ ഇപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും, ആരാണ് ഈ അപ്പസ്തോലൻ? അത് ചിന്തിക്കേണ്ടതാണ്. മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പോൾ 1-ാമത്തെ അപ്പസ്തോലൻ യേശുവാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. അതായത് ദൈവം അയച്ച
ദൈവത്തിൻ്റെ ഒന്നാമത്തെ അപ്പസ്തോലനാണ് യേശു ക്രിസ്തു എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതുപോലെ യേശു അപ്പസ്തോലനുമാണ്, അതോടൊപ്പം തന്നെ മഹാപുരോഹിതനുമാണ്. മഹാപുരോഹിതനാണെന്നുള്ളത് എബ്രായ ലേഖനം ഈ 3-ാം അധ്യായം തുടങ്ങി അങ്ങ് മുന്നോട്ട് പോയാൽ ധാരാളം തെളിവുകളുണ്ട്. മെൽക്കിസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനെന്ന് 110-ാം സങ്കീർത്തനത്തിൽ യഹോവ സത്യം ചെയ്ത വാക്യം എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. മെൽക്കിസേദെക്കിനെ പറ്റി സാമാന്യമായൊരു വിവരം നമുക്ക് ലഭിക്കുന്നതും എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിലാണ്. അതിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിഷയം ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവാണ് ഒന്നാമത്തെ അപ്പസ്തോലൻ. അത് പിതാവായ യഹോവയായ ഏകസത്യ ദൈവമാണ് യേശുവിനെ അപ്പസ്തോലനായി ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നത് സ്ഥാപിക്കാനാണ് ഞാനത് പറഞ്ഞത്. യേശു ക്രിസ്തു അപ്പസ്തോലൻ മാത്രമല്ല, മഹാപുരോഹിതനുമാണ്, നമ്മുടെ ഏകമധ്യസ്ഥനുമാണ്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിലെ ആ വാക്യം എല്ലാവർക്കും സുപരിചിതമാണല്ലോ. 1 തിമോത്തി 2:5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, ക്രിസ്തുയേശു തന്നെ എന്ന് വചനം പറയുന്നു. മധ്യസ്ഥനായ യേശു ക്രിസ്തു മഹാപുരോഹിതനായതുകൊണ്ടാണ്. മഹാപുരോഹിതനായി മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും നടുവിൽ നിന്ന് മനുഷ്യന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവം അയച്ച ആദ്യത്തെ അപ്പസ്തോലൻ എന്നുകൂടി ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തിരുവചന പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇതാണ്. ഇന്നും ദൈവസഭയിൽ അപ്പസ്തോലന്മാരുണ്ട്. അപ്പസ്തോലന്മാരുടെ ലക്ഷണങ്ങൾ നാം കണ്ടു. വളരെ സഹിഷ്ണുതയിൽ നിൽക്കേണ്ടവരാണ്. ദൈവം അവർ കൊടുത്ത ദൈവിക അധികാരം ഉപയോഗിച്ച് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവർ പറയുന്ന വചനത്തെ ഉറപ്പിക്കുന്ന ദൈവശക്തി അവരുടെ മേൽ ഉണ്ടാകുമെന്ന് തിരുവചനത്തിലൂടെ കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ചല്ലോ. 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാരുടെ ലക്ഷണങ്ങൾ എന്തെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചു കേട്ടു. അതുകൊണ്ട് ആ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു അപ്പസ്തോലനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? 12-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 12:12 അത് വായിച്ചു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാരുടെ ലക്ഷണങ്ങൾ നമ്മൾ വായിച്ചു. അപ്പോൾ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കള്ള അപ്പസ്തോലന്മാരെ പറ്റി നമ്മൾ വായിച്ചു. അവരെ സൂക്ഷിക്കണമെന്ന്, അല്ലേ? അതെ. അപ്പോൾ എന്താ പറയുക, അത് അതിൻ്റെ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കണ്ടു. വെളിച്ചദൂതൻ, അതായത് പിശാച് പോലും വേഷം കെട്ടി, മാലാഖയുടെ വേഷം കെട്ടി വന്ന് മനുഷ്യനെ ചതിക്കും എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം നമ്മൾ ചതിക്കാൻ സാധ്യതയുണ്ട് എന്ന് അപ്പസ്തോലൻ ആത്മാവിന്റെ നിറവിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മൾ ആ വാക്യം വായിച്ചതാണല്ലോ. ഇങ്ങനെയുള്ള 13-ാം വാക്യം 11:13, 2 കൊരിന്ത്യർ 11:13. ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. സാത്താൻ താനും വെളിച്ചതൂതന് വേഷം കെട്ടി വരുമെന്ന് ഓർപ്പിച്ച ഭാഗം ശ്രദ്ധിക്കൂ. അതുകൊണ്ട് വേഷം കെട്ടി വരുന്നവരെ തിരിച്ചറിയുവാൻ വിവേചനപരം പ്രാപിച്ച് ഈ നാളുകളിൽ ബുദ്ധിയോട് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാതെ ആത്മാവിൽ വിവേചിച്ച് വൃക്ഷത്തെ ഫലം കൊണ്ടറിയാമെന്ന് യേശു പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് എത്ര വട്ടം മുന്നറിയിപ്പ് എന്നിരിക്കുക, കളപ്രവാചകന്മാർ അവസാന നാളിൽ വരുമെന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നാളിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതമായിരിക്കാം. നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. എല്ലാറ്റുപരി ദുരുപദേശങ്ങൾ ധാരാളം പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് നാം. ആ ദുരുപദേശത്തിൻ്റെ ഏറ്റവും ഘനമായ ഒന്നാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നത്. എൻ്റെ ദൈവജനമേ, എൻ്റെ വാക്ക് നിങ്ങൾ ആരും കേൾക്കണ്ട. നിങ്ങൾ തിരുവചനത്തിലൂടെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ആത്മനിറവിൽ ഈ സത്യത്തെ കണ്ടെത്താനൊന്ന് പരിശ്രമിക്കൂ, അന്വേഷിക്കൂ, പഠിക്കൂ, പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക സത്യം ഏറ്റെടുക്കൂ. അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. മനുഷ്യൻ്റെ ശബ്ദം കേട്ട അബദ്ധം പറ്റരുതേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആ 1-2 വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതൊക്കെ എന്ത് പറയാനാ? സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ വേദന തോന്നും. കാപഢ്യം നിറഞ്ഞ അവരെ കൊണ്ട് ഈ പറയുന്നൊരു കുറ്റമില്ല. അവരെ പിശാച് വഞ്ചിച്ച് വെച്ചിരിക്കുകയാണ്. പിശാച് അവരുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. അവരെ പിശാച് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്.
അതിനെ നമ്മൾ അതിൽ വേറെന്തോ പറയാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന വാക്യം, അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കി. അവൻ എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു പറഞ്ഞപ്പോൾ ദൈവമല്ലല്ലോ, ദൈവത്തോടു കൂടെ ആയിരുന്ന മറ്റൊരു വ്യക്തി എന്നല്ലേ അർത്ഥമുള്ളൂ. ആ 2-ാം വാക്യം അല്പം ആഴത്തിലും ചിന്തിക്കൂ. അവൻ യേശു ക്രിസ്തു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ അവൻ ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം വേറൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് ആ വാക്യത്തിൽ തന്നെ സ്പഷ്ടമാണ്. പക്ഷേ അതിനെ ഒരു വ്യാഖ്യാനം ചെയ്ത് മനുഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ആത്മാവിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ദൈവമക്കളെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് തുടർന്ന് അടുത്ത ദിവസം മറ്റൊരു ചിന്തയുമായി നമുക്ക് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.